മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട റോഡ് അലൈൻമെന്റ് വിവാദത്തിൽ പത്തനംതിട്ട കുടുമണ്ണിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ച് CPM. വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ആദ്യ ആരോപണം ഉന്നയിച്ച CPM ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ KK ശ്രീധരനെ വിളിപ്പിക്കും. വിശദീകരണ യോഗത്തിൽ പങ്കെടുപ്പിച്ച് ശ്രീധരന്റെ നിലപാട് മാറ്റാനാണ് CPM ശ്രമിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5-ന് കൊടുമണ്ണിൽ CPM നടത്തുന്ന പൊതുസമ്മേളനത്തിന്റെ നോട്ടീസാണിത്. മാധ്യമങ്ങളുടെ സഹായത്തോടെ കോൺഗ്രസും BJPയും വികസനം തടസ്സപ്പെടുത്തുമെന്ന വാദം മുന്നോട്ട് വെച്ച് മന്ത്രിയുടെ ഭർത്താവിനെ ന്യായീകരിക്കാനാണ് യോഗമെന്ന നോട്ടീസിൽ നിന്ന് തന്നെ വ്യക്തം. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ KK ശ്രീധരൻ പങ്കെടുക്കുന്നുണ്ട്. ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് ശ്രീധരനാണ്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ജോർജ് ജോസഫ് ഓടയുടെ ഗതി മാറ്റിയെന്നാരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മാണം തടഞ്ഞു. അതിനുശേഷമാണ് ജോർജിന്റെ കെട്ടിടത്തിന് മുമ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിച്ച് കൊടികുത്തിയത്. CPMന്റെ ന്യായീകരണ യോഗത്തിൽ KK ശ്രീധരൻ നിലപാട് മാറ്റി യു-ടേൺ അടിക്കുമോ അതോ ജില്ലാ നേതൃത്വം അദ്ദേഹത്തെ പരസ്യമായി തള്ളുമോ എന്നതൊക്കെ ഇന്ന് കണ്ടറിയാം. CPM നേതാവായ ശ്രീധരൻ പുറമ്പോക്ക് ഭൂമി കയ്യേറി കോൺഗ്രസ് നിർമ്മിച്ച മണ്ഡലം കമ്മിറ്റി ഓഫീസ് സംരക്ഷിക്കാനാണ് തന്റെ മേൽ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നതെന്ന് മന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞതും CPMനുള്ളിൽ അടുത്ത പൊട്ടിത്തെറിക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മന്ത്രിയുടെ ഭർത്താവിനെതിരെ നിലപാടെടുത്ത ജില്ലാ കമ്മിറ്റി അംഗത്തെയാണോ മന്ത്രിയുടെ ഭർത്താവിനെയാണോ പാർട്ടി സംരക്ഷിക്കുക എന്നത് കണ്ടറിയാം. ജനം, പത്തനംതിട്ട.